അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട മുതാലിം സുഹൃത്തുക്കളെ, ഇംസോഫേനിൻ്റെ ധന്യമായ വേദിയിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. മക്കയിൽ ഇസ്ലാമിൻ്റെ വിജയ പതാക പാറി പിറന്ന നാട്ടിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും തക്ബീർ ധ്വനികൾ മുഴക്കി കടന്നു വരുന്നു. ഈ വാർത്ത കേട്ട സഫ്വാൻ ഭയവിഹ്വലനായി. താനും പിതാവ് ഉമയ്യയും മുസ്ലിങ്ങളോട് ചെയ്ത മാപ്പർഹിക്കാത്ത ക്രൂരതകൾ ഓരോന്നോരോന്നായി സഫ്വാന്റെ മനസ്സിൽ മിന്നിമറിഞ്ഞു. മുഹമ്മദിനെതിരെയുള്ള വിമർശന ശരങ്ങൾ, എണ്ണമറ്റ അക്ഷരങ്ങൾ, അതിക്രമങ്ങൾ, കൂടിയാലോചനകൾ. ഇപ്പോൾ താൻ ഒറ്റയാണ്, രക്ഷിക്കാൻ കൂടെ ആരുമില്ല. മുസ്ലിങ്ങളുടെ മുന്നിൽപ്പെട്ടാൽ കഥ കഴിഞ്ഞു തന്നെ. കീഴടങ്ങുന്നതിനും ഭേദം എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുന്നതാണ്. അതിനുശേഷം സഫ്വാൻ റളിയല്ലാഹു അൻഹു കടൽ തീരത്തേക്ക് പോയി. അവിടുന്ന് ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു ഈ കാഴ്ചകളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഓടിയെത്തി. അങ്ങനെ ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ജനങ്ങളുടെ നേതാവായ സഫ്വാൻ അങ്ങേ ഭയന്ന് നാടുവിടാൻ ഒരുങ്ങുകയാണ്. നാം അഭയം നൽകിയാലും. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശരി, നാം സഫ്വാൻ അഭയം നൽകിയിരിക്കുന്നു. അങ്ങനെ ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാപ്പ് നൽകിയെന്നതിന് ഒരു തെളിവായി എൻ്റെ കയ്യിൽ എന്തെങ്കിലും തരണം, അല്ലെങ്കിൽ സഫ്വാൻ റളിയല്ലാഹു അൻഹു വിശ്വസിക്കുകയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമൈർ ബിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഒരു തലപ്പാവ് കൊടുത്തു. അതിനുശേഷം ഉമൈർ ബിൻ റളിയല്ലാഹു അൻഹു ഓടി സഫ്വാന്റെ അരികിലേക്ക് എത്തി. അങ്ങനെ സഫ്വാനോട് പറഞ്ഞു, ആത്മഹത്യ ചെയ്യരുത്, താങ്കൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭയം നൽകിയിരിക്കുന്നു. അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന് ഒട്ടും വിശ്വാസമായില്ല. എന്നിട്ട് സഫ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് എനിക്ക് അഭയം നൽകാനോ? എൻ്റെ കൺമുമ്പിൽ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. അങ്ങനെ ഉമൈർ റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, നോക്കൂ സഹോദര, അവിടുത്തെ തലപ്പാവ് എൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു അൻഹുവും ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ എത്തി. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതിന് ശേഷം സഫ്വാൻ പറഞ്ഞു, താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് അഭയം നൽകിയെന്ന് ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ശരിയാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ശരിയാണ്, നാം അഭയം നൽകിയിരിക്കുന്നു. അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു അൻഹു ഇത് കേട്ട് സങ്കടപ്പെട്ടു. അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എനിക്ക് 2 മാസം ലീവ് തരുമോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെന്താ, എടുത്തോ, 2 മാസമല്ല 4 മാസം വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.